എസ്റ്റേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ആധാരം എപ്പോ രജിസ്റ്റർ ചെയ്യണമെന്ന് ദേവവർമ്മ പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് വേണം. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിട്ടല്ല ഞാനിത് വിൽക്കുന്നത്. ഇതെന്റെ വാശിയാണ്, എന്റെ ശത്രുവിനോടുള്ള വാശി. ഹായ്, ദേവവർമ്മയ്ക്ക് ഇവിടെ ഒരു ശത്രുവോ? യെസ്, ജീവൻ, ടൈഗർ ജീവൻ. മൈസൂരിലെ വീരേന്ദ്രകുമാർ വാടിയാറുടെ 5000 ഏക്കർ തേയിലത്തോട്ടം, അതിൽ 2500 ഏക്കർ ജീവനും 2500 ഏക്കർ ഞാനും വാങ്ങുന്നു. അന്നേ അവനതിൽ നോട്ടമുണ്ടായിരുന്നു. എന്നോട് അവനത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. വലിയൊരു തുക ഓഫർ ചെയ്തു, ഞാൻ കൊടുത്തില്ല. അതൊരു പോറലായി അവന്റെ മനസ്സിൽ വളർന്നു. 5-6 തവണ ഇത് വാങ്ങാൻ വന്നവരെ അവൻ വിരട്ടി തിരിച്ചയച്ചു. പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കായി ഞങ്ങൾ തമ്മിൽ ഉടക്കി. തോൽക്കാൻ അവനും തോറ്റുകൊടുക്കാൻ എനിക്കും മനസ്സിലായിരുന്നു. ടൈഗറും കടുവയൊക്കെ കൂടി നമ്മുടെ കാര്യം പ്രശ്നമാക്കോ? താൻ പേടിക്കണ്ടോ? ജോണപ്പൻ അറിയോ, അവൻ എനിക്ക് ഓഫർ ചെയ്തതിന്റെ പകുതി വിലയ്ക്കാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. അതെന്റെ വാശി. ദേവർമ്മ തോറ്റിട്ടില്ല, തോൽക്കില്ല, പ്രത്യേകിച്ച് അവനെ പോലെ ഒരു ബാസ്റ്റേഡിന്റെ മുന്നിൽ. ഹലോ ജെന്റിൽമെൻ, ഐ എം ശത്രു. വർമ്മ പറഞ്ഞ ശത്രു ഇയാളാ? സോറി, ശത്രു അല്ല, ശത്രുഘ്നൻ, ദ റൈറ്റ് ഹാൻഡ് ഓഫ് ടൈഗർ ജീവൻ. എന്റെ തോട്ടത്തിൽ ഞാൻ അഡ്വാൻസ് വാങ്ങിന്ന് നിന്റെ മറ്റോടോട് പോയി പറഞ്ഞേക്ക്. ദ തിങ് ഈസ്, എടുത്തു ചാടി മണ്ടത്തരം കാണിക്കുന്നവനല്ല ദേവവർമ്മ എന്ന് ജീവൻ അറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ജീവൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക് ലീഫ് ഇതിനകത്തുണ്ട്. ദേവവർമ്മയുടെ ഈ ചെറിയ തലയിൽ തോന്നുന്ന എത്ര വലിയ തുക വേണമെങ്കിലും അതിലെഴുതാം. ഐ മീൻ ഇൻ ക്രോഴ്സ്. ഞാൻ കണ്ട കോടികളൊന്നും തന്തയും തള്ളയും ആരാണെന്നറിയാത്ത അവൻ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. നീ അവിടെ നിന്ന് പോകുന്ന അതേ രൂപത്തിൽ വീണ്ടും നിന്നെ കാണാൻ അവൻ ആഗ്രഹമുണ്ടാവും, നിനക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഷയിൽ ദേവവർമ്മ പറയുന്നു, ക്ലിയർ ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ഓക്കേ ഓക്കേ, ആസ് യു വിഷ്. ബട്ട് മിസ്റ്റർ ലോനപ്പൻ, ദ തിങ് ഈസ്, നമ്മൾ തമ്മിൽ വീണ്ടും കാണും, കാണേണ്ടി വരും എന്നെന്റെ മനസ്സ് പറയുന്നു. ഓക്കെ, ബൈ. ഒക്കെ തല്ലിപ്പൊളി ആക്കുവാ പണ്ടാരം. Nothing will happen. ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവേ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവേ, ദേ അടിക്കണു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. വരുന്നു. അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം. എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 22 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി. ആ വായി നോക്കി ഇവിടെ ഇല്ല, ആ പിശാചി ചത്തു. എന്റെ കുട്ടികൾ എവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേസേട്ടാ, കളിക്കരുത്. തമാശ പറയാനുള്ള നേരം അല്ലത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസർ ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുങ്ങളെയും കൊണ്ട് ജീവിട്ടിന് എങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല. എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഇക്കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കൂ. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വരിയിട്ട് അടിച്ചാ പോരാ. ഒറ്റ കുത്തൂത്ത് പോയി പണി നോക്ക വെച്ചേ. എനിക്കകത്ത് വേറെ പണിയുണ്ട്. ആ, കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആര്? ആട്ടിട. എന്താ ഇത്? എന്ത് എന്ത് വൃത്തികേടായി കാണിക്കുന്നെന്നാ ചോദിച്ചത്. വൃത്തികേടോ? ഒരു വൃത്തികേടും പുറത്ത് കാണുന്നില്ലല്ലോ. ക്ലാസ്സിൽ ഞാൻ ആരെ ഇരുത്തിയാ പഠിപ്പിക്കേണ്ടത്? ഇത് എത്രാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കറങ്ങുന്നത്? ഓ, അതാണോ കാര്യം? പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിരുത്തി A for apple, B for boy, C for cat എന്നല്ല പഠിപ്പിക്കേണ്ടത്. അവരെ പുറത്തേക്ക് ഇറക്കി വിടുക. പ്രകൃതിയുടെ സൗന്ദര്യവും നിറങ്ങളും മരങ്ങളും അത്ഭുതവും ഒക്കെ കണ്ട് വളരട്ടെ. അല്ലാതെ ഈ ടീച്ചറുടെ അവിഞ്ഞ മോന്തയും കണ്ട് എത്ര നേരം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ? Go to classroom. Okay, go to your class.
പോ. Nice. ദേവർമ്മ എന്ത് പറയുന്നു? ഹി ഈസ് സിംഗിങ് ദ സെയിം സോങ്. അയാൾ അഡ്വാൻസ് വാങ്ങി. ഒരു അമേരിക്കൻ അച്ഛൻ എസ്റ്റേറ്റ് വാങ്ങാൻ പോണം. The thing is, Shut up. എങ്ങനെ ഇരിക്കും ആള്? കണ്ട ഒരു വിറ്റിയെ പോലെ ഇരിക്കും. ദാ ഇതുപോലെ. സ്റ്റോപ്പ്. അയാളെ എവിടെ കിട്ടും? ഇപ്പൊ വിട്ട മേട്ടുപാളയത്തിട്ട് പിടിക്കാം. വണ്ടി ഫുൾ ടാങ്ക് റെഡി ഫോർ ടേക്ക് ഓഫ്. കേരള വണ്ടിയില്. ഇന്നു മുതൽ ഈ എസ്റ്റേറ്റിന് പുതിയൊരു മാനേജ്മെന്റ് ആണ്. ഇത്രയും കാലം എനിക്ക് തന്ന എല്ലാ സ്നേഹവും സഹകരണവും പുതിയ മാനേജ്മെന്റിന് നിങ്ങൾ കൊടുക്കണം. എല്ലാവരും ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ. വെൽക്കം വെൽക്കം. താങ്ക് യു. തന്റെ ഈ പടപ്പുറപ്പാട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. പക്ഷേ എല്ലാം തന്റെ പ്രതീക്ഷ പോലെ നടക്കണമെന്നില്ലല്ലോ ഹിസ് ഹൈനസ് ദേവർമ്മ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. തന്നെ തോൽപ്പിച്ചിട്ട് ഈ എസ്റ്റേറ്റ് വിൽക്കാൻ പറ്റില്ലെന്ന് വെല്ലുവിളിച്ചതല്ലേ? ടൈഗർ ജീവനെ ഞാൻ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു. വിജയം ഞാൻ ആഘോഷിക്കുകയാണ്. തന്നെ ഞാൻ ക്ഷണിക്കുന്നു. യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ഇറ്റ്സ് ഫോർ യു. ഹലോ, ഇത് ഞാനാ ലോനപ്പൻ, കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ നിന്നാ. അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് കാര്യം ചുരുക്കി പറയാം. തന്റെ തോട്ടം എനിക്ക് വേണ്ട. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നോൺസെൻസ് ഒന്നുമല്ല, നല്ല സെൻസിലാ പറയുന്നേ. തനിക്ക് അഡ്വാൻസും തന്ന് ഊട്ടി മല ഇറങ്ങി മേട്ടുപ്പാളയത്ത് എത്തിയപ്പോ ഞങ്ങളെ കാത്ത് ടൈഗർ ജീവൻ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനലില് ഗോൾ അടിക്കുന്ന പോലെ ഒറ്റ അടി വന്ന് വീണത് ആശുപത്രിയിലാ. യെസ്, സ്വന്തം ജന്മരഹസ്യം അറിയാത്തവൻ ഞാൻ. തന്തയ്ക്ക് പറക്കാത്തവന് ഏത് നാറിയ കളിയും കളിക്കാം. അത് ഞാൻ കളിച്ചു, താൻ തോറ്റു. ദാറ്റ്സ് ഓൾ. ആൻഡ് ദ തിങ് ഈസ്, ഇതൊരു സാമ്പിൾ മാത്രമാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കാണും. ലെറ്റ്സ് ഗോ. ഓക്കെ. ഈ വിജയം ഞങ്ങളും ആഘോഷിക്കുന്നു. യു ആർ ഓൾസോ മോസ്റ്റ് വെൽക്കം. ഓക്കേ മിസ്റ്റർ ജീവൻ, ഇനി നമ്മൾ തമ്മിൽ ഒരു പിണക്കം വേണ്ട. ഞാൻ തോറ്റിരിക്കുന്നു. ജീവൻ നിശ്ചയിക്കുന്ന വില, ജീവൻ പറയുന്ന കണ്ടീഷൻസ്. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്. കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. ഞാൻ നേരത്തെ ഓഫർ ചെയ്ത അതേ വില തന്നെ. നിങ്ങൾ സറണ്ടർ ചെയ്തു എന്ന് കരുതി വിലയിലൊന്നും ഞാൻ മാറ്റം വരുത്തില്ല. ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. ഞാൻ സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പാൻ. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. വിടമാട്ടയാ? മன்னிച്ചിടുക ജീവാ. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. മേട്ടുപ്പാളയം ശിവകാമി, ദിണ്ടുകൽ കർപ്പകം, ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി 5-10 മക്കളും. 25 വർഷത്തെ സർവീസ്, 7 ട്രാൻസ്ഫർ. ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ ഇങ്ങയുടെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല. നീ മിണ്ടരുത്, ഉടച്ചിടുവേ. ജീവാ, ഒരു 900 രൂപ താ. അല്ല വേണ്ട, ഒരു 2000 താ. എന്തോ? അല്ല, ഒരു 1000 രൂപ. ഓതമ്പാനെ. അല്ല വേണ്ട, ഒരു 500 താ. ഓ ശത്രു, കൊടു. ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പാനെ. നിർത്തി ജീവാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടൊരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു. മസനഗുടി മല്ലിക, കൂടെ 2 പിള്ളേരെ ഫ്രീ കിട്ടി. ആരാന്റെ വക 2, എന്റെ വക 1. അതുള്ളേ ഈ മാസം വെളിയിൽ വരും.
அதுக்கு தான் இந்த காசு டெலிவரி டெலிவரி ഡെയിലി കാശെന്ന് പറഞ്ഞ അടുത്ത് വന്നേക്കരുത്. ജീവ പോലീസാന്ന് ഞാൻ നോക്കൂല, ഫീസ് ചെയ്യാൻ വരും. ജീവ നിന്നെ. ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഇത് എത്രാമത്തെ പ്രാവശ്യ ഏത് അക്കൗണ്ടിലാണ് ഞാൻ ഇത് കൊള്ളിക്ക? നിന്റെ ശവാടക്കിലുള്ള അക്കൗണ്ടില് അതിന്റെ അഡ്വാൻസ് ആണിത്. നീ പോടാ. ரொம்ப நன்றி ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ. ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പയറ്റി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനെ വരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്തു പറ്റി? അല്പം വലിവുണ്ട്, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നേ തോന്നൂ. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളുമുള്ളവനാ ജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പടമുണ്ട്. ആ ഗുഡ്, വെരി ഗുഡ്. ഇത് 5ാമത്തെ ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസേട്ടൻ വെള്ളം അടിച്ചാൽ സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാന്ന്. ഹ, ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസേട്ടൻ. എന്തിനാ എന്നെ അടിച്ചേ? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന്? ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും 2 കസേരയൊക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്? ഈ സ്വർഗത്തിൽ മാലാകമാരും പിശാചുകളെ കൊണ്ടോ പോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീനിട്ടിരിക്കുന്ന ആളാണ് പിശാച്. അപ്പൊ ഞാനാരാ? എന്റെ മാലാഖയല്ലാതെ പിന്നെ ആരാ? വർണ്ണ ചിറകുകളും സ്വർണ്ണ തലമുടിയും വെള്ളാരം കണ്ണുകളുമുള്ള ഗബ്രിയേൽ മാലാഖയാണ് നീ. മാലാകമാർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ അനാഥ ജന്മങ്ങളെല്ലാം മാലാകമാരായിരിക്കേണ്ട ചേട്ടാ. നിർത്ത്. വെള്ളമടിച്ചാൽ നിനക്കിത് പതിവാ. ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടിച്ചതിന്റെ കെട്ട് വിട്ടു എന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയാം. ആ ദേവവർമ്മയുടെ ആളുകളെ തല്ലിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തില്ലേ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാരിക്കൂട്ടുന്നത്? ഇതിനൊരു അവകാശമുണ്ടോ? നിനക്കൊരു കൂട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയണേ, നിനക്കൊരു കല്യാണം. പഴയ പാട്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും പാടുന്നത്? കൂട്ടിനൊരു പെണ്ണിനെ തേടി പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. പല സ്ഥലത്ത് നാട്ടി പുറത്താക്കിയിട്ടില്ലേ? തല കുനിച്ചല്ലേ നമ്മൾ 3 ആൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്? പെൺപിള്ളേരുടെ തന്തമാര് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലേ ഉണ്ടായത് ആർക്കാ, ഉണ്ടാക്കിയത് ആരാന്നൊക്കെ? ഇനിയൊരു പരീക്ഷണം വേണ്ട. എന്റെ കുടുംബം നിങ്ങളാ. അച്ഛനും അമ്മയും ഏട്ടനും അനുജന്മാരും ഒക്കെ നിങ്ങളാ. അത് മതി. അതല്ല, നിങ്ങൾക്ക് എന്നെ മടുത്തു തുടങ്ങിയെങ്കിൽ പോവാം രണ്ടുപേർക്കും. നിന്നെ മടുക്ക്? എന്താ ഈ പറയണേ? ഈ ജന്മം അതിന് കഴിയില്ല കുട്ടി. നിനക്ക് ഞങ്ങളെ മടുക്കുന്നവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാ. ഇനി നീ ആട്ടി പുറത്താക്കിയാലും ഞങ്ങൾ പോവില്ല. കാരണം ഇതിലും വലിയൊരു സ്വർഗം ഞങ്ങൾക്ക് ഈ ഭൂമിയിലില്ല. തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നതോ തമ്പുരാൻ? കുറുക്കന്റെ ബുദ്ധിയാ തനിക്ക്. വളരെ വിദഗ്ധമായി ജീവനെ താൻ തോൽപ്പിച്ചു കളഞ്ഞു. അതാണോ റോയൽ ബ്ലഡിന്റെ ഗുണം? രാജതന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ മേനോ താൻ? ശ്രീവാഴും കോവിലകത്തെ ദേവർമ്മയോട് അവന്റെ കളി. പേരിന് പുറകിൽ ചേർക്കാൻ ഒരു ഇനീഷ്യൽ പോലും ഇല്ലാത്ത അവനൊക്കെ ദേവർമ്മയെ തോൽപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അവനെ അടിച്ചൊതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടോ കഴിയാഞ്ഞിട്ടോ അല്ല. ഈ കൈക്കൊരു അന്തസ്സുണ്ട്. അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ എന്റെ പട്ടിയെത്തല്ലും ഈ കൈകൊണ്ട്. ആ വില പോലും ഞാൻ അവൻ ഇട്ടിട്ടില്ല. അതുകൊണ്ടാ My hearty congratulations for your success on me, His Highness Devavarma. താങ്ക്സ്. Welcome. Gentlemen, have a break. എനിക്കും ഈ നിൽക്കുന്ന നിങ്ങളുടെ തമ്പുരാനും
കുറച്ച് കണക്കുകൾ പറഞ്ഞും കൊടുത്തും തീർക്കാനുണ്ട്. കടം വെച്ച് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാനും അല്ലേ തമ്പുരാൻ? ക്ഷമിക്കണം, ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നല്ലേ? അതാ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്താ നിന്റെ ആവശ്യം? നിന്റെ ചെവിക്കുറ്റിക്ക് കൈത്തരിപ്പ് തീരുവോളം പൊട്ടിക്കുക. ഒരാളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വിൽക്കുന്നതേ പല തന്തമാർക്ക് ജനിച്ചതുകൊണ്ടാ. എന്റെ മുതൽ ആർക്ക് എപ്പോ എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ ഇത് വിൽക്കുന്നത് വരെ നിന്റെ കഴുകൻ കണ്ണുകൾ എന്നിൽ നിന്നും ഡൈവേർട്ട് ചെയ്യണം. അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതിനാണ് നിന്റെ മുമ്പിൽ സറണ്ടർ ആയതും അഡ്വാൻസ് വാങ്ങിയതും ഒക്കെ. അതിൽ ഞാൻ ജയിച്ചു, നീ തോറ്റു. നീ എന്നെ തോൽപ്പിച്ചതറിഞ്ഞിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് ഈ സന്ദർഭത്തിന് വേണ്ടിയായിരുന്നു. നിന്റെ വീട്ടിൽ കയറി നിന്നെ ഞാൻ തല്ലിയ അത് ഞാനും നീയും മാത്രമേ അറിയൂ. ഇവിടെ വെച്ചാവുമ്പോ അത് ഈ നാട് മുഴുവൻ അറിയും. റോയൽ ബ്ലഡ് ഒഴുകുന്ന പൊന്നുതമ്പുരാന്റെ തിരുമേനിയിൽ തന്തയില്ലാത്തവന്റെ കൈ വീഴുന്നത് നിന്റെ ഇലനയ്ക്ക് പട്ടികൾ കൂടി ഒന്ന് കാണട്ടോ. ചോർത്തിക്കളയും തന്നെയാണ്. അങ്ങ് കോവിലകത്തൊരു തന്തയുണ്ടെങ്കിൽ അങ്ങേർക്ക് പുഴയിൽ ഒഴുക്കാൻ ഒരു നുള്ള ചാരം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല.